പത്താൻകോട്ടിൽ ആക്രമണം നടത്തിയ 6 ഭീകരരെയും വധിച്ചതായി പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ. വരും ദിവസങ്ങളിലും തെരച്ചിൽ തുടരും. ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളിൽ ചിലത് പാക് നിർമ്മിതമാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ശനിയാഴ്ച രാവിലെ തുടങ്ങി 38 മണിക്കൂറാണ് വ്യോമസേനാ താവളത്തിൽ നുഴഞ്ഞുകയറിയ ഭീകരരുമായി ഏറ്റുമുട്ടൽ നടന്നത്. പിന്നീട് അങ്ങോട്ട് നടന്നത് ഭീകരർ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന സംശയത്തിൽ നടത്തിയ തിരച്ചിലാണ്. ഏറ്റുമുട്ടലിൽ 6 ഭീകരരെയും വധിച്ചു. 2 ഭീകരരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത നിലയിലാണ്. മൃതദേഹങ്ങൾ DNA ടെസ്റ്റിന് വിധേയമാക്കും. തീവ്രവാദികളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളിൽ ചിലത് പാക് നിർമ്മിതമാണെന്നും പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ പറഞ്ഞു. I don't think हम लोगों ने सिक्योरिटी पे कुछ कॉम्प्रोमाइज किया है. सिक्योरिटी पूरी तैयारी की थी. It takes some time to guard such a huge complex. വ്യോമതാവളത്തിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾക്കും തന്ത്രപ്രധാന കെട്ടിടങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടില്ല. സുരക്ഷാ പാളിച്ച ഉണ്ടായിട്ടില്ലെങ്കിലും ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. NIA അന്വേഷണം പൂർത്തിയായതിനു ശേഷം ഈ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അന്വേഷണം സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കരസേന വ്യോമസേനാ മേധാവികൾക്കൊപ്പം പത്താൻകോട്ട് വ്യോമസേനാ താവളം സന്ദർശിച്ച മനോഹർ പരീക്കർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു. അതേസമയം പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഭീകരാക്രമണത്തിലെ പാക് ബന്ധം സംബന്ധിച്ച തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരുന്നു. നടപടിയുണ്ടായില്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾ നിർത്തിവയ്ക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വീരമൃത്യു വരിച്ച ജവാൻ EK നിരഞ്ജന് നാടിന്റെ അന്ത്യാഞ്ജലി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം എളമ്പുളശ്ശേരിയിൽ നടന്നു. രാവിലെ 8 മണിയോടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി എളമ്പുലാശ്ശേരി KAUP സ്കൂളിൽ എത്തിച്ചു. കല, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. നാട്ടുകാരും സ്കൂൾ കുട്ടികളും ധീരജവാന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. 11 മണിയോടെ കര, വ്യോമസേനാ വിഭാഗങ്ങളുടെ ആദരം. പതിനൊന്നരയോടെ സൈനിക ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിൽ വിലാപയാത്രയായി മൃതദേഹം കളരിക്കൽ വീട്ടുവളപ്പിലേക്ക്. സംസ്കാര ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്തു. MP മാരായ MB രാജേഷ്, PK ബിജു, ജില്ലയിൽ നിന്നുള്ള മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. പൂർണ്ണ സൈനിക പോലീസ് ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സംസ്കാര ചടങ്ങിന് ശേഷം എളമ്പുലാശ്ശേരി KAUP സ്കൂളിൽ അനുശോചന സമ്മേളനവും ചേർന്നു. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന് വീരോചിതവും വികാരനിർഭരവുമായ യാത്രാമൊഴിയാണ് ജന്മനാട് നൽകിയത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. രാജൻ ബാബുവും KK ഷാജുവും ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലെന്നും അവർ നടത്തുന്ന പ്രസ്താവനയിൽക്ക് JSS പാർട്ടിയുമായി ബന്ധമില്ലെന്നും KR ഗൗരിയമ്മ. ഇതിന് വിശദാംശങ്ങൾ നൽകാൻ ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ ചിരിയാണ്. ഷാജഹാൻ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗൗരിയമ്മ പറഞ്ഞത്? സുരേഷ്, JSS എന്ന പേരിലാണ് JSSൽ നിന്നും പുറത്താക്കപ്പെട്ട KK ഷാജുവും രാജൻ ബാബുവും ഇപ്പോൾ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജൻ ബാബു UDF-നോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിലും JSS എന്ന പേരിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇതിനെതിരെ KR ഗൗരിയമ്മ പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ JSS എന്നുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി KR ഗൗരിയമ്മയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉത്തരവിറക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇവർ JSS എന്ന പേരിൽ രാജൻ ബാബുവും KK ഷാജുവും തമ്മിൽ പരസ്പരം പുറത്താക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത്. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പുറത്തു വരുമ്പോൾ, അല്ലെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിൽ നിന്നും JSS എന്നുള്ള പേര് ഒഴിവാക്കണമെന്നാണ് KR ഗൗരിയമ്മ പറഞ്ഞത്. കാരണം അവർ രണ്ടുപേരും ഇപ്പോൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരല്ല. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇരുവരെയും പാർട്ടിയിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ട് പുറത്താക്കിയതാണ്. അതുകൊണ്ട് തന്നെ രാജൻ ബാബുവോ KK ഷാജുവോ ഇപ്പം JSS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലില്ല. ഇരുവരെയും ആ പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണ്. ഇരുവരും നടത്തുന്ന പ്രസ്താവനകൾ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് KR ഗൗരിയമ്മ അല്പം മുമ്പ് ആലപ്പുഴയിൽ പറഞ്ഞത്. ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജൻ ബാബുവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഗൗരിയമ്മ തന്നെ ഇങ്ങനെയുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എത്രമാത്രം പ്രസക്തമാണ്, പ്രത്യേകിച്ച് JSS എന്ന പാർട്ടി UDF-ന്റെ ഭാഗമാണ് എന്ന നിലയിൽ ചില നേതാക്കന്മാർ അവകാശവാദം ഉന്നയിക്കുമ്പോൾ?
തീർച്ചയായിട്ടും UDF-നോടൊപ്പം നിൽക്കുകയും ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവായിരുന്നു രാജൻ ബാബു. JSSന്റെ പേരിലായിരുന്നു ഇവർ UDF-നോടൊപ്പം നിന്നിരുന്നത്, ഘടകകക്ഷി എന്ന പേരിലായിരുന്നു. പിന്നീട് JSS UDF വിട്ട ശേഷം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നപ്പോൾ ഇരുവരും JSS എന്ന പേരിൽ തന്നെയായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ അവർ UDF-നോടൊപ്പം നിന്നിരുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നില്ല. JSS എന്നുള്ള പേര് കേരള ഗൗരവ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പാർട്ടിക്കാണ് വരുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ശരിവെച്ചതാണ്. ഇതിനുശേഷം ഇവർ ഏത് തരത്തിലാണ് UDF-നോടൊപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണ് നിൽക്കുന്നതെന്ന് ആർക്കും പറയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ പ്രസ്താവനകളും ഒക്കെ വന്നതിന് ശേഷമാണ് ഗൗരിയമ്മ തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. JSS എന്നുള്ള രാഷ്ട്രീയ പാർട്ടി UDF-നോടൊപ്പം ഇന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം പേരുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് അവരിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജൻ ബാബു BDJS-ൽ തുടരുന്നത് മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിൽ നിന്നും കോൺഗ്രസിൽ ദ്വയാംഗത്വം ഉണ്ടോ എന്ന് സുധീരൻ വ്യക്തമാക്കണമെന്നും കോടിയേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ RSSന്റെ വോട്ട് വാങ്ങിയില്ലെന്ന് പറയാൻ ഉമ്മൻചാണ്ടിക്ക് ധൈര്യമുണ്ടോ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കുമ്മനത്തിന്റെ നമസ്കാരത്തിന് വിധേയരാകുന്നവർക്ക് കരുതൽ വേണമെന്നും ഗാന്ധിജിയെ വെടിവെക്കുന്നതിന് മുൻപ് ഗോഡ്സെ കാൽത്തൊട്ട് വണങ്ങിയിരുന്നെന്നും കോടിയേരി പറഞ്ഞു. ഏത് വിധേനയും ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുറക്കണമെന്ന RSSും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന രഹസ്യധാരണ പുറത്തുവരാതിരിക്കാനാണ് CPM RSS ബന്ധമെന്ന കള്ളപ്രചരണത്തിന് പിന്നിലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനാണ് വെള്ളാപ്പള്ളി നടേശനെന്നും കോടിയേരി വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയുടെ BDJS-ൽ നിരവധി കോൺഗ്രസുകാരാണ് അംഗങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ദ്വയാംഗത്വം ഉണ്ടോ എന്നുള്ളത് സുധീരൻ വ്യക്തമാക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നമസ്കാരത്തിന് വിധേയരാകുന്നവർക്ക് കരുതൽ വേണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലുന്നതിന് മുൻപ് ഗോഡ്സെയും അദ്ദേഹത്തെ വന്ദിച്ചിരുന്നു. മഹാത്മാഗാന്ധിയെ വെടിവെക്കാൻ പോയ നാത്തൂറാം ഗോഡ്സെയും കാല് തൊട്ട് വണങ്ങിയിട്ടാണ് വെടിവെച്ചത്. ആ കൽബർജിയെ കൊല്ലാൻ പോയ 2 RSSകാർ കാല് തൊട്ട് വന്നിച്ച് നമസ്കാരം ചെയ്തിട്ടാണ് വെടിവെച്ചത്. അതുകൊണ്ട് ഈ നമസ്കാരത്തിന് വിധേയമാകുന്ന ആളുകൾക്ക് ഒരു കരുതൽ വേണം. RSS ബൈഠക്കിന്റെ തീരുമാനങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതിൽ മൗനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ജനതാദളിന്റെ LDF-ലേക്കുള്ള വരവിനെക്കുറിച്ച് വീരേന്ദ്രകുമാർ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു ബന്ധുവാണെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വീരേന്ദ്രകുമാർ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ നിൽക്കുന്ന പിണക്കങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരിഹരിക്കപ്പെടും. വീരേന്ദ്രകുമാറിന് അപ്പുറത്ത് UDF-ൽ എപ്പോഴും നിൽക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ആശയപരമായി അദ്ദേഹത്തിന് അവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ജനങ്ങൾക്ക് രക്ഷയില്ലാത്തതിനാലാണ് സുധീരൻ ജനരക്ഷയാത്ര പോലും നടത്തുന്നതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. RSSന് മുൻപേ യോഗയുണ്ടായിരുന്നെന്നും CPM യോഗയ്ക്കെതിരല്ലെന്നും കോടിയേരി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായി വിജയൻ RSSനെ ന്യായീകരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നും ഉമ്മൻചാണ്ടി മാറാൻ തയ്യാറല്ലെന്ന് പിണറായി. RSSനെ വെള്ളപൂശുന്ന ഉമ്മൻചാണ്ടി RSSുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യമുണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിവരാവകാശ കമ്മീഷനിലേക്ക് സർക്കാരിന്റെ ഇഷ്ടക്കാരെ കോടതി നിർദ്ദേശം മറികടന്ന് നിയമിക്കാൻ നീക്കം. ലഭ്യമായ അപേക്ഷകൾ മുഴുവൻ പ്രസിദ്ധീകരിക്കണമെന്ന കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി. 15 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറായി. ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ കീഴിലെ പൊതുഭരണ വകുപ്പാണ്. 6 ആഴ്ചയ്ക്കകം വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. കോടതി ഉത്തരവ് പ്രകാരമുള്ള കാലാവധി ഈ വരുന്ന ജനുവരി 15 അവസാനിക്കും. 237 അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അപേക്ഷ നൽകിയവരിൽ മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥർ മുതൽ വിവരാവകാശ പ്രവർത്തകർ വരെയുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം, ആലപ്പുഴ കോൺഗ്രസ് DCC ജനറൽ സെക്രട്ടറി എബി കുര്യാക്കോസ്, മുൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിവേദിത P. ഹരൻ, ലാൻഡ് റവന്യൂ കമ്മീഷണർ KM മോഹൻദാസ്, മുൻ സെൻസസ് ഡയറക്ടർ VM ഗോപാലമേനോൻ IAS, മുൻ മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ വെച്ചൂച്ചിറ മധു, മനോരമ ചീഫ് സബ് എഡിറ്റർ ബോണി കുര്യാക്കോസ് എന്നിവരാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച പ്രമുഖർ. നേരത്തെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന പ്രമുഖരായിരുന്ന PP ജെയിംസ്, KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് എന്നിവർ ഇത്തവണ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് സണ്ണിക്കുട്ടി എബ്രഹാമിന്റെ പേരിനാണ് മുൻതൂക്കമെന്നത് എബി കുര്യാക്കോസിന്റെ സാധ്യതകളെ ഇല്ലാതാക്കും. ലീഗിൽ നിന്ന് ഒരു ഗവൺമെന്റ് സെക്രട്ടറിയുടെയും പാർട്ടി അനുഭാവികളായ 2 അഭിഭാഷകരുടെയും പേരുകൾക്കാണ് മുൻതൂക്കം. ജനതാദൾ വെച്ചൂച്ചിറ മധുവിന്റെയും അങ്കത്തിൽ ജയകുമാറിന്റെയും പേരുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നമിത് ശർമ്മ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് സർക്കാർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്.
237 പേരുടെ അപേക്ഷ 15 ചുരുക്കിയത് ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണെന്ന് വ്യക്തമല്ല. നിയമന സമിതി ചേരുമ്പോൾ പട്ടിക ചുരുങ്ങിയത് ക്രമപ്രകാരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി VS വിയോജനക്കുറിപ്പ് എഴുതിയേക്കും. ഇത് മുൻകൂട്ടി കണ്ട് ഫയൽ മാത്രം VSന് കൈമാറാനുള്ള നീക്കങ്ങളും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട്. വിവരാവകാശ കമ്മീഷണർമാരാവാൻ അപേക്ഷ നൽകിയ ആ 237 പേരാരെന്നും അവരുടെ യോഗ്യത എന്തെന്നും അറിയാനുള്ള അവകാശം പൊതുജനത്തിനുണ്ട്. അത് മറച്ചുവെച്ച് 15 പേരുടെ മാത്രം ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത് സർക്കാരിൻ്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. തിരുവനന്തപുരത്തു നിന്നും S. ജീവൻകുമാർ. വിദ്യാർത്ഥി സമരങ്ങളെ കർശനമായി നേരിടണം എന്ന് ഹൈക്കോടതി. ക്ലാസ് തടസ്സപ്പെടുത്തുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നീക്കണമെന്നും ഒരു വിദ്യാർത്ഥിയെങ്കിലും ഉണ്ടെങ്കിൽ അധ്യാപകൻ ക്ലാസ് എടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. CPIMനെയും പോലീസിനെയും വെല്ലുവിളിച്ച് SDP നേതാവ് ഇസ്മയിൽ കമല. CPIMന് ഇനിയും രക്തസാക്ഷി സ്തൂപങ്ങൾ പണിയേണ്ടി വരുമെന്ന് ഭീഷണി. പട്ടാപ്പകൽ എങ്ങനെ കൊല്ലാമെന്ന് നാദാപുരത്തും പുന്നാടും കാണിച്ചിട്ടുണ്ടെന്നും ഇസ്മയിൽ പ്രസംഗത്തിൽ പറഞ്ഞു. തൊടുപുഴയിൽ CPM ലോക്കൽ സെക്രട്ടറി ഷൗക്കത്ത് അലിയുടെ വീടിന് നേരെ ആക്രമണം. നടൻ ആസിഫ് അലിയുടെ പിതാവാണ് ഷൗക്കത്ത് അലി. ആക്രമണത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് എന്ന് CPM ആരോപിച്ചു. സ്ത്രീ സമൂഹത്തിനെതിരെ നൂറ്റാണ്ടുകളായി തുടരുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ അടിച്ചമർത്തലുകൾക്കും പുതിയ കാലത്തെ ചൂഷണങ്ങൾക്കുമെതിരെ പോരാട്ടവും പ്രതിരോധവും ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനവുമായി വനിതാ പാർലമെന്റ് നാളെ കൊച്ചിയിൽ. 3000-ലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന വനിതാ പാർലമെന്റ് CPM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രദ്ധേയ സ്ത്രീ സാന്നിധ്യങ്ങളെ പാർലമെന്റിൽ ആദരിക്കും. സ്ത്രീ സമൂഹത്തിനെതിരെ നൂറ്റാണ്ടുകളായി തുടരുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ അടിച്ചമർത്തലുകൾക്കും പുതിയ കാലത്തെ ചൂഷണങ്ങൾക്കുമെതിരെ പോരാട്ടവും പ്രതിരോധവും ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനവുമായാണ് വനിതാ പാർലമെന്റ് നെടുമ്പാശ്ശേരിയിലെ സിയാൽ കൺവെൻഷൻ സെന്ററിൽ നാളെ നടക്കുന്നത്. AKG EMS പഠന ഗവേഷണ കേന്ദ്രങ്ങൾ സംയുക്തമായാണ് വനിതാ പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. ജില്ലാതലത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ വനിതാ പാർലമെന്റ് ആ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. KR ഗൗരിയമ്മ, ഡോക്ടർ M ലീലാവതി, മേഴ്സിക്കുട്ടൻ, കവിയൂർ പന്നമ്മ തുടങ്ങി നിരവധി പ്രമുഖർ വനിതാ പാർലമെന്റിൽ പങ്കെടുക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫൈൻ പറഞ്ഞു. KR ഗൗരിയമ്മ ഈ പാർലമെന്റിൽ സംബന്ധിക്കും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രസിദ്ധ വിപ്ലവകാരി മേദിനി ചേച്ചി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ പ്രൊഫസർ M ലീലാവതി പങ്കെടുക്കുന്നുണ്ട്. നിലമ്പൂർ ഐഷ, ഞാൻ അവരെക്കുറിച്ചുള്ള വിശേഷങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. കവിയൂർ പന്നമ്മ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. KPS ലളിത വനിതാ പാർലമെന്റിന്റെ അധ്യക്ഷത വഹിക്കും. വനിതാ പാർലമെന്റിന്റെ പ്രചരണാർത്ഥം രൂപപ്പെടുത്തിയ വെബ്സൈറ്റ് ഡോക്ടർ TN സീമ MP പ്രകാശനം ചെയ്തു. വർണ്ണവെറിയുടെ കൊടും ഭീകരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മായ അഞ്ജലുവിന്റെ പോരാട്ട ചരിത്രവും ജീവിതവും പ്രതിപാദിക്കുന്ന മായ അഞ്ജലു ജീവിതത്തിന്റെ കറുത്ത പുസ്തകം എന്ന കൃതി ബൃന്ദ കാരാട്ട് പാർലമെന്റിൽ പ്രകാശനം ചെയ്യും. പാർലമെന്റിന് ഐക്യദാർഢ്യം അർപ്പിച്ച നിരവധി ചിത്രകാരികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും വനിതാ പാർലമെന്റ് പരിസരത്ത് നടക്കും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കൊടുവള്ളി മുസ്ലിം ഓർഫനേജ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ മാറ്റിമറിച്ച എല്ലാ ആശയങ്ങളും ഉണ്ടായിട്ടുള്ളത് കലാലയങ്ങളിൽ നിന്നാണെന്നും വിദ്യാഭ്യാസ മേഖലയിൽ കുതിച്ചുചാട്ടം നടത്തുമ്പോഴും ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള പോർവിളികൾ വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. KMO പ്രസിഡന്റ് അഡ്വക്കേറ്റ് PT റഹീം MLA അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TK പരീക്കുട്ടി ഹാജി, പ്രിൻസിപ്പൽ ലിസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ ഭീകരാക്രമണങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കി. സംശയാസ്പദമായ സാഹചര്യത്തിൽ കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമേ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടൂ. മകരവിളക്കിനോടനുബന്ധിച്ച് കൂടുതൽ പോലീസുകാരെയും ശബരിമലയിൽ വിന്യസിക്കും. രാജ്യത്ത് ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കിയത്. പമ്പയിലും സന്നിധാനത്തുമടക്കം എല്ലായിടങ്ങളിലും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി. സംശയാസ്പദമായ സാഹചര്യത്തിൽ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച ശേഷമേ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടൂ. ഇരുമുടിക്കെട്ടിന് പുറമെ കൂടുതൽ സാധനങ്ങളുമായി വരുന്ന തീർത്ഥാടകരെയും പരിശോധിക്കുമെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ അരുൾ RB കൃഷ്ണ പറഞ്ഞു. ഇപ്പോഴത്തെ സെക്യൂരിറ്റി സിറ്റുവേഷൻ വെച്ചിട്ട് അത് കുറച്ച് ലൈറ്റായിട്ട് അവർ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ലഗേജ് ഇല്ലാതെ ഇരുമുടിയും വളരെ തോൾസഞ്ചിയുമായിട്ട് വന്നാൽ നമുക്കും സെക്യൂരിറ്റി പർപ്പസിന് അത് കുറച്ച് നല്ലതാണ്. പരിശോധനയ്ക്കായി പുതുതായി 14 സ്കാനറുകൾ സ്ഥാപിക്കും. മകരവിളക്കടുത്തതോടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 2350ഓളം പോലീസുകാരുടെ പുതിയ സംഘം ശനിയാഴ്ച ചുമതലയേൽക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി CRPFന്റെ നേത്ര എന്ന അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ സന്നിധാനത്തെത്തിച്ചിട്ടുണ്ട്. വനമേഖലയിലടക്കം 1 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്ന നേത്രയുടെ പരീക്ഷണ പറക്കൽ കഴിഞ്ഞ ദിവസം നടന്നു. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സന്നിധാനത്തും പരിസരത്തും നേത്ര ഉപയോഗിച്ച് സുരക്ഷാ പരിശോധന നടത്തും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. മൊബൈൽ ഫോൺ വിപണിയിൽ തരംഗമാകാൻ M-Phone എത്തുന്നു. ആപ്പിൾ ഐഫോണിനോട് കിടപിടിക്കുന്ന ആധുനിക സംവിധാനങ്ങളുമായാണ് മാംഗോ ഫോൺ എന്ന M-Phone ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത്. ഒരു ഇന്നിംഗ്സിൽ 1000 റൺസ് നേടി ലോക റെക്കോർഡ് സൃഷ്ടിച്ച് മുംബൈക്കാരനായ സ്കൂൾ വിദ്യാർത്ഥി പ്രണവ് ധൻവാദെ. ഒരു കളിയിൽ 1000 റൺസ് ഒറ്റയ്ക്ക് നേടുന്ന ആദ്യ താരമാണ് പ്രണവ്. ഇന്നലെ ഒറ്റ ദിവസം 652 റൺസ് നേടി പ്രണവ് ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലാണ് പ്രണവിന്റെ ലോക റെക്കോർഡ് നേട്ടം. 323 പന്തുകളിൽ നിന്നാണ് പ്രണവ് 1000 റൺസ് തികച്ചത്. ഭണ്ഡാരി ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ KC ഗാന്ധി സ്കൂളിനു വേണ്ടിയാണ് പ്രണവിന്റെ റെക്കോർഡ് നേട്ടം.